ണ്ട്. ആ എത്ര ഇത് ചോദിക്കുന്നത്? ഇത് 5,90,000 5,90,000. 590. 5,90,000. 2017 ഫുൾ ഓപ്ഷൻ ആണ് ഇറ്റിയോസ് ലീവേല്. അപാകതയൊന്നും ഇല്ലല്ലോ. ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2,60,000. 260 ചോദിക്കുന്നുണ്ട്. അതെ. 2013 ടെസ്റ്റർ 85. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2014 VXI. 14 VXI അല്ലേ? ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഇത് 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. എത്ര ഇത് ആസ്ക്? ഇത് 2,10 2,10,000 ആസ്ക് ചെയ്യുന്നത്. 2,10 ചോദിക്കുന്നുണ്ട്. അതെ. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇത് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് 4,5 നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 4,05,000 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. അതെ. മാക്സിമം വില കുറച്ച് കൊടുക്കും അല്ലേ? കുറച്ച് കൊടുക്കും. ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ വണ്ടി? ലോൺ ഇട്ടിട്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രവേശകർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ചെറിയ പൈസന്റെ കാറുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വില, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളെ വില കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പുതിയ വണ്ടിക്കൊക്കെ ഇപ്പോ 8% GST കുറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നല്ലൊരു കുറവ് കിട്ടിയിട്ടുണ്ട് പുതിയ വണ്ടിയിലൊക്കെ. വില കൂടിയ വാഹനങ്ങളിലാണ് കൂടുതലും മെച്ചമുള്ളത്. പിന്നെ 5 lakh 6 lakhന്റെ വണ്ടിക്കൊക്കെ ചെറിയ മാറ്റങ്ങളെ പുതിയ വണ്ടിയിൽ വരുന്നുള്ളൂ. ഈ ഏകദേശം വണ്ടികൾ വില പൊട്ടിച്ചിട്ടാണ് നിങ്ങൾക്ക് തരാം. ഇപ്പോ പുതിയ വണ്ടിന്റെ ആ ഒരു ഡിഫെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ എല്ലാ യാർഡിലും കച്ചവടം ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്താൽ ഒരുപാട് യാർഡിൽ വില കുറച്ചിട്ട് വാഹനങ്ങൾ കിട്ടും. ഇപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞാൻ ഇന്നുള്ളത് നമ്മുടെ തലശ്ശേരിയിലെ ARS യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇപ്രാവശ്യം അടിപൊളിയാണ് കേട്ടോ. അതായത് കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ എന്നോട് ഉള്ളത് ഇവിടുത്തെ മാനേജറാണ് റഹീൽ. പിന്നെ റഹീൽ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എത്ര രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്? 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെയുള്ള വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നത് സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ്. ഒന്ന് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ്? ഇത് തലശ്ശേരി കോടതിന്റെയും ഫയർ സ്റ്റാൻഡിന്റെയും സെൻട്രലായിട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അത് ബോസിന്റെ നമ്പറാണ്. പിന്നെ മൂപ്പര് ഇവിടെ പുതിയതായിട്ട് വന്നതാണ്, പുതിയ മാനേജറാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും മൂപ്പർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കുക, ചോദിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനും പുതിയ തന്നെ അല്ലേ, എനിക്കും അറിയില്ലല്ലോ. നമ്മളിപ്പോ തേരാപ്പാര എല്ലാ യാർഡിലും പോകുന്നതല്ലേ. അപ്പൊ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന ആളുകൾ ഞാൻ പ്രത്യേകം പറയാണ്, എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താൽ മതി. ഈ ഒരു യാർഡ് മാത്രമല്ല, ഏത് ഷോറൂമിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിലും എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് മാത്രം. അതായത് അറിയാത്തവര് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മെക്കാനിക്കിനെ കൂട്ടിയിട്ട് പോവാ, ചെക്ക് ചെയ്യുക. അങ്ങനൊക്കെ സംവിധാനങ്ങളുണ്ട്. വണ്ടിന്റെ ലുക്ക് കണ്ടിട്ട് ആരും വണ്ടി എടുക്കാൻ നിൽക്കണ്ട, പെട്ടുപോകും. ഇപ്പോ കാര്യങ്ങള് മറ്റേ സ്കേർട്ടിങ് ഇതൊക്കെ വണ്ടി കാണാൻ നല്ല ലുക്കായിരിക്കും, പക്ഷെ അതിൽ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പരമാവധി ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് ലാഗടിക്കണ്ടല്ലേ? ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഒരു വാഗനറിൽ തുടങ്ങാം. ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുള്ള വാഗനറാണ്. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2019 മോഡലായിരുന്നു. 19 മോഡൽ അല്ല? ഓപ്ഷൻ വരുന്ന VXI. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇത് നിങ്ങൾ ആസ്ക് ചെയ്യുന്നത്? ഇത് 4,5 നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. 4,05,000 രൂപ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. അതെ. മാക്സിമം വില കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലേ വണ്ടി? ലോൺ ഇട്ടിട്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ. ഇവിടെ ഒരു ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലേ? അതെ അതെ. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? 2013 മോഡല് 85 RXZ. 85 ആണ് അല്ലേ? RXZ ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മെക്കാനിക് ഫിറ്റ്? അതെ. ഒന്നും നോക്കാനില്ല. ഇന്റീരിയർ ഭാഗത്തുള്ള കുഴപ്പമൊന്നുമില്ല. സീറ്റൊക്കെ കുറച്ച് പഴയതായിക്കണ്, മാറ്റേണ്ടി വരും. വേറെ അപാകതയൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് 2,60,000. 260 ചോദിക്കുന്നുണ്ട്. അതെ.
2013 ടെസ്റ്റർ 85. ആ. ടൊയോറ്റന്റെ ഇറ്റിയോസ് ലിവ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് കേരള വണ്ടി അല്ലേ? അതെ, കേരള. ഒറിജിനൽ കേരള വണ്ടി. കേരള. ഓക്കെ. മോഡൽ എത്ര വരുന്നത്? ഇത് 2017 ഡീസൽ. 2017 ഡീസൽ. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ. VXD ആണ് ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ടോപ്പ് ആണ് കേട്ടോ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇത് 1,06,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് 5,90,000 ആയിരിക്കും. 5,90,000. 590. 5,90,000. 2017 ഫുൾ ഓപ്ഷൻ ആണ് ഇറ്റിയോസ് ലിവയില്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു മോഡൽ കൂടിയൊരു ആൾട്ടോ 800 നോക്കാം. ഫ്രണ്ടിൽ നല്ല ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2022 വേരിയന്റ് ആണ്. LXi. 22 മോഡൽ LXi ആണ് ഓപ്ഷൻ പിന്നെ അല്ലേ? എത്ര ഓട്ടം ഉണ്ട്? ഇത് 14,000. എത്ര ഓട്ടം ഉണ്ട് ഇത്? 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 14,000. ആകെ 14,000 ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർ. 14 ഓടിയിട്ടുള്ളൂ. 14,000 ഓടിയിട്ടുള്ളൂ. അതെ. തന്നെ. എത്ര ഇത് ആസ്ക്? ഇത് 3,40,000. 3,40,000. 3,40 ചോദിക്കുന്നുണ്ട്. അതെ. തന്നെ. ഓക്കെ. ഓപ്ഷൻ വരുന്ന LXi അല്ലേ? LXi. ഓക്കെ. വാങ്ങാൻ വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഹൂണ്ടായിന്റെ ഇയോൺ ആണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡൽ? ഇത് 2015 മോഡലാണ്. 15 ആണ്. ഓക്കെ. ഓട്ടം കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 58,000 ഓടിയിട്ടുണ്ട് അല്ലേ? തട്ടുമുട്ടുണ്ടോ? ഇല്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. എത്ര ആസ്ക്? ഇത് 1,40,000. 1,40 ചോദിക്കുന്നത്. 40 ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു ഗ്രേ കളറിൽ വരുന്ന ഒരു ആൾട്ടോ 800 നോക്കാം. ഇവിടെ ആൾട്ടോ 800 ഏകദേശം ഒരു 5-6 പീസോളം അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ? ഇത് 2017 LXi വേരിയന്റ് വരും. 2017 LXi ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? അതെ. എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 75,000 കിലോമീറ്റർ ഓടി. 77,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് റീപ്ലേസ് എന്തും ഉണ്ടാവോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ. എത്ര ഇത് ആസ്ക് ചെയ്യുന്നത്? ഇത് 2,30,000. 2,30 ചോദിക്കുന്നുണ്ട്. 2017 മോഡൽ. 2017 മോഡൽ. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. നല്ലൊരു അടിപൊളി മാരുതിന്റെ S-Cross ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഡീസൽ വണ്ടിയാണ് കേട്ടോ. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എത്ര ബ്രോ മോഡൽ വരുന്നത്? ഇത് 2016 Zeta BS4 ആണ് വരുന്നത്. 2016 ഓപ്ഷൻ വരുന്ന Zeta BS4. ഇത് മാനുവൽ അല്ലേ വണ്ടി? ഇത് മാനുവൽ. ഓക്കെ. ഓട്ടോയിൽ എത്ര ഉണ്ടാവും? ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80,000? അതെ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര ഇത് ചോദിക്കുന്നത്? ഇത് 5,50,000. 5,50 ചോദിക്കുന്നുണ്ട്. അതെ. തന്നെ. 2016 Zeta ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ വീണ്ടും ഒരു വാഗനർ കാണിച്ചു കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2014 VXi. 14 VXi അല്ലേ? ഓട്ടൊക്കെ എത്ര ഉണ്ട്? ഇത് 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. എത്ര ഇത് ആസ്ക്? ഇത് 2,10,000 ആസ്ക് ചെയ്യുന്നത്. 2,10 ചോദിക്കുന്നുണ്ട്. അതെ. ഇവിടെ വാഗനർ ഓട്ടോമാറ്റിക് വണ്ടി കാണിച്ചു കൊടുക്കല്ലേ? അതെ. മോഡൽ എത്ര വരുന്നത്? ഇത് 2016 VXi. 16 VXi അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. ഓട്ടോ എത്ര ഉണ്ട്? ഇത് 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 86,000 ഓടിയിട്ടുണ്ട് അല്ലേ? എത്ര ഇത് ആസ്ക്? ഇത് 3,40,000. 3,40 ചോദിക്കുന്നു അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2016 മോഡൽ അല്ലേ? 2016 മോഡൽ. ഓക്കെ. ഇവിടെ ഒരു കിണ്ണം കാച്ചിയൊരു ആൾട്ടോ 800 നോക്കാം. ഇത് മോഡൽ എത്ര? ഇത് 2021 VXi. 21 മോഡൽ കൂടിയൊരു വണ്ടി. ഓക്കെ. ഓപ്ഷൻ പിന്നെ ഏതാ? ഇത് VXi വേരിയന്റ് ആണ്. VXi ആണ്. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. ഓട്ടോ എത്ര ഉണ്ട്? ഇത് 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 21,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടിയല്ല? ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് 3,500 ചോദിക്കുന്നത്. 3,50,000. 3,50? 3,50. 3,50 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് തരും. മാക്സിമം 10-50 റുപ്യ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂല. 50 റുപ്യ ഒന്നും വേണ്ടി വരില്ലാന്ന് തോന്നുന്നു. അപ്പൊ പണം വിളിച്ചോ. ഇവിടെ ഒരു ഹൂണ്ടയുടെ എക്സെന്റ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു ഡീസൽ വാഹനമാണ് കേട്ടോ. ഈ മാരുതിന്റെ ഡിസൈർ ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് ഈ വാഹനം ഉള്ളത്. എങ്ങനെയാണ് മോഡല്? 2018 മോഡലായിരുന്നു. 18 മോഡലാണ്. ഓട്ടോ കാര്യങ്ങളൊക്കെ? 1,32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,32 ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ.
നിങ്ങൾക്ക് എത്രക്കൊക്കെ കൊടുക്കാൻ പറ്റും? ഇതിപ്പോ 3 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ്. അതില് കുറച്ച് പൈസ കുറയും. വില കുറയൂല. വില കുറയും. 3 റുപ്യ ചോദിക്കുന്നുണ്ട്, നെഗോഷ്യബിൾ ആണ്. ഇവിടെ കാണിക്കുന്ന എല്ലാ വാഹനത്തിലും വില കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല, മാക്സിമം വില പൊട്ടിച്ചു തരും. നിങ്ങൾ വന്ന് വണ്ടിയൊക്കെ കണ്ട് ചെക്കൊക്കെ ചെയ്ത് എല്ലാ ഭാഗം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില പിന്നെയും താത്തി തരും കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി ആൾട്ടോ 800 കാണിച്ചു കൊടുക്കാം. ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള 800 എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2021 VXi വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ, VXi ആണ്, LXi അല്ല. ഓട്ടോ എത്രയുണ്ട്? ഇത് 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 36,000 കിലോമീറ്റർ ഓടിയ ഒരു വാനാണ്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്ര? ഇത് ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ആണ്. അതെ. ഓക്കെ, എത്ര ഇത് ആസ്ക്? ഇത് 3.35 ചോദിക്കുന്നത്. 3,35,000. 3.35 ചോദിക്കണ്ടല്ലേ? അതെ. ഓക്കെ, വില കുറച്ച് കൊടുക്കൂലേ? അതെ, കുറച്ച്. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. വീണ്ടും ഇവിടെ ഒരു വാഗ്നർ തന്നെ കാണിച്ചു കൊടുക്കല്ലേ? അതെ. ഇത് മാനുവലാ ഓട്ടോമാറ്റിക്കാ വണ്ടി? ഇത് മാനുവൽ. നമ്മൾ നേരത്തെ കാണിച്ചതും മാനുവൽ ആണ് കേട്ടോ. ഇത് മോഡൽ എത്ര വരുന്നത്? ഇത് 2018 VXi വേരിയന്റ് വരുന്നത്. ഓക്കെ, 18 VXi അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. എത്രാമത്തെ ഓണറാണ്? ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ട്? ഇത് 58,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 58,000 ഓടിയിട്ടുണ്ട് അല്ലേ? ഇന്റീരിയർ ഭാഗത്തൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. എത്ര ഇത് ആസ്ക്? ഇത് 3.85. 3.85 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ് അല്ലേ? നെഗോഷ്യബിൾ. മാക്സിമം വില കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ പണം വിളിച്ചോ. ടൊയോട്ടന്റെ അർബൻ ക്രൂസർ കാണിച്ചു കൊടുക്കും അല്ലേ? അതെ. എങ്ങനെയാണ് ബ്രോ? ഇത് 2021 മോഡൽ ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്? സിംഗിൾ ഓണർഷിപ്പ്. മാനുവൽ ഓട്ടോമാറ്റിക്? അത് മാനുവൽ വരുന്നത്. മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ? ഇത് 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 43,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇത് ബാക്ക് കാണിച്ചു തരാനേ അതിൽ പോവാൻ സ്ഥലമില്ല. ഫുള്ള് വണ്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചോണ്ട് അടുപ്പിച്ച് വെച്ചോണ്ട് പോവാൻ പറ്റുന്നില്ല. ഇന്റീരിയർ ഭാഗം കാണിച്ചു കൊടുക്കാന്. ഇത് വണ്ടി ക്വാളിറ്റി എല്ലാം എങ്ങനെ? ഉഷാറ്. ഫുൾ ക്വാളിറ്റി ആണ്. എത്ര കൊടുക്കാം? ഇത് 6,60,000. 6,60,000 6,60,60,000 2021 അർബൻ ക്രൂസർ. അർബൻ ക്രൂസർ. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു വോക്സ് വാഗന്റെ പോളോ, ഇത് എങ്ങനെയാണ് ബ്രോ? ഇത് 2018 മോഡലായിരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. 18 മോഡലാണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ ആണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫസ്റ്റ് ഓണർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് അല്ല? അതെ. ഓട്ടോ എത്രയുണ്ട്? വെറും 62,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 62,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല കിണ്ണം കാച്ചിയ വണ്ടിയാണ് കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് 5,75,000. 5.75 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കൂല? കുറച്ച് കൊടുക്കും. ഓക്കെ, ബാണാൻ വിളിച്ചോ. നല്ല ആലുവ കസ്റ്റം പോലത്തെ നമ്പറാണ് കേട്ടോ. ഹോണ്ടന്റെ അമേസ് ആണ്, നല്ല ഫാൻസി നമ്പറിൽ വരുന്ന ഒരു വാനാണ്. ഇത് എങ്ങനെയാണ് ബ്രോ മോഡൽ വരുന്നത്? ഇത് 2020 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് തന്നെ? 2020 മോഡൽ അല്ലേ? അതെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഇത് 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ. ഓക്കെ, ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് ഓണർ ആയിരുന്നു. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ. ഇതിന് എത്ര ആസ്ക് ചെയ്യുന്നത്? ഇതിന് 7,30,000. 7,30,000 ചോദിക്കുന്നുണ്ട്. അതെ. ഓക്കെ, 2020 ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ, ഇവിടെ നമുക്ക് കിണ്ണം പോലത്തെ ടൊയോട്ടന്റെ ഒരു വണ്ടിയാണ്. ഇത് ഏതാ വണ്ടി? ഇത് ടൊയോട്ടോന്റെ യാരിസ് ആണ്. 2019 യാരിസാ? ഇത് എന്റെ പേര് ആരാ വണ്ടി കിട്ടുകണേ? ഇത് പെട്രോളാ ഡീസലാ? ഇത് പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടിയാണ് അല്ലേ? അതെ. ഇത് മൈലേജ് എത്ര കിട്ടൂ? മൈലേജ് ഒരു 14-15 ഒക്കെ പ്രതീക്ഷിക്കാം. ഇതൊക്കെ യാർഡിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ടൊയോട്ടന്റെ യാരിസ് ആണ്. ഓട്ടോ കാര്യങ്ങളൊക്കെ എത്രയുണ്ട്? ഇത് 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. മോഡൽ എത്ര പറഞ്ഞത്? ഇത് 2019 മോഡൽ. 19 1.5 ആണല്ലോ പിന്നെ. ഓക്കെ, എത്ര ഇത് ആസ്ക്? ഇത് 6,40,000 ആണ് ആസ്കിംഗ് പ്രൈസ്.